ഹലോ, അസ്സലാമു അലൈക്കും. ഹന്ന വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങൾക്ക് രണ്ട് പരിപാടികളുണ്ട്. ഒന്ന് ഇർഫാന്റെ പെങ്ങൾ ഗൾഫിൽ പോവുകയാണ്. പിന്നെ രണ്ടാമത്തത് ഞങ്ങൾക്ക് കല്യാണം ഉണ്ട്. അപ്പോൾ ആദ്യം ഷർഫുഖാന്റെ പെങ്ങളെ വീട്ടിലേക്ക് പോകും. എന്നിട്ടാണ് ഞങ്ങൾ കല്യാണത്തിന് പോവട്ടാ. അപ്പോൾ ഞങ്ങൾ ഇവിടെ വീട്ടിൽ നിന്ന് ഓട്ടോ വിളിച്ചിട്ടാണ് സ്റ്റാൻഡിലേക്ക് പോണത്. ചാവക്കാട് സ്റ്റാൻഡിലേക്ക് ട്ടാ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് സ്റ്റാൻഡിലേക്ക് പോവുകയാണ്. അങ്ങനെ സ്റ്റാൻഡിലെത്തി സോന ബേക്കറി എന്ന് പറഞ്ഞ കടയിൽ നിന്നാണ് ഞങ്ങൾ സാധനങ്ങൾ മേടിക്കുന്നത്. അതായത് ഇർഫാന്റെ പെങ്ങൾ സൈറാക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ ബേക്കറി ഐറ്റംസ് ഒക്കെ മേടിക്കുന്നത് സോനയിൽ നിന്നാണ് ട്ടാ. ചാവക്കാടുള്ള നല്ല അടിപൊളി സാധനങ്ങളാണ് ട്ടാ അവിടെ ഉള്ളത്. നല്ല ടേസ്റ്റാണ് അവിടുത്തെ ബേക്കറി ഐറ്റംസ് ഒക്കെ സോനയിലത്തെ. ആ ബസ് സ്റ്റാൻഡിന്റെ ഫ്രണ്ടിൽ തന്നെയാണ് സോന എന്ന് പറഞ്ഞ ബേക്കറി ഉള്ളത്. അങ്ങനെ ഞങ്ങൾക്ക് അവിടുന്ന് തന്നെ ബസ് സ്റ്റാൻഡിൽ നിന്ന് തന്നെ വേഗം തന്നെ KSRTC ബസ് കിട്ടിയിട്ടാ. അങ്ങനെ ബസ്സിൽ ഞങ്ങൾ കയറി. ഇതിൻ്റെ അടുത്ത് ഹന്ന ഇരിക്കുന്ന ഹന്നക്ക് ഒരു മിഠായിയൊക്കെ ആ ബേക്കറിയിൽ നിന്ന് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഉമ്മ. അങ്ങനെ അവിടെ നിന്ന് ഇപ്പുറത്തെ സീറ്റിലാണ് ഉമ്മ ഇരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ ഇങ്ങനെ പോവുകയാണ് ട്ടാ. ഇനി വടാൻപള്ളിയിൽ എത്തണം. അങ്ങനെ ഞങ്ങള് എത്താറായി തുടങ്ങിയിട്ടാ. നമ്മൾ ചേറ്റുവ പാലൊക്കെ കാണും. നല്ല രസമുണ്ട് ട്ടോ അവിടുത്തെ ഇതൊക്കെ കാണാന്. ഹന്നയുടെ ഓരോ കുറുമ്പുകൾ കണ്ടിട്ടാണ് നമ്മൾ ഇരിക്കണത്. അന്നയോട് ഞാൻ പറയാം കല്യാണത്തിനൊക്കെ പോകേണ്ടതാണ്, ആ ഡ്രസ്സിലൊന്നും മിഠായി അത് ഇതൊന്നും ആക്കല്ല എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് ട്ടാ. അന്നെങ്ങനെ അതായിട്ട് കളിക്കണം ആ മിഠായി ആയിട്ട്. അങ്ങനെ ഇതാ നമ്മളിങ്ങനെ പോയോണ്ടിരിക്കുകയാണ്, എത്തിയിട്ടില്ല. അങ്ങനെ റോഡ് പണി കഴിയുന്ന കാരണം ഫുള്ളായതാ. ഞങ്ങൾക്ക് ആ സാധനമൊക്കെ വാങ്ങിച്ചിട്ടാ. റോഡ് പണി ഇങ്ങനെ കഴിയുന്നോണ്ട് അപ്പോൾ സ്ഥലങ്ങളൊന്നും മനസ്സിലാവണില്ല. എവിടെ എത്തി എന്നുള്ള ഇതിലാണ് നമ്മളിങ്ങനെ പോയോണ്ടിരിക്കുന്നത് ട്ടാ. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ട്ടാ. ഇതാണ് ചേറ്റുവ പാലം ട്ടാ. ചേറ്റുവ പാലത്തിൽ നിന്നാണ് നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്നത്. നല്ല രസമുണ്ട് കാണാനിട്ടാണ്ട്. നല്ല വ്യൂ ആണ്, നല്ല അടിപൊളിയാണ്. ഇതിൻ്റെ പണ്ട് ഇവിടെ അങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു, റിസോർട്ട് പോലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചേറ്റുവയിൽ. ഞങ്ങളൊക്കെ പണ്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവിടുന്ന് ഒരു നല്ല ടേസ്റ്റുള്ള ഒരു തട്ടുദോശയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഒരു പ്ലേറ്റിൽ 3 തട്ടുദോശ കിട്ടും ഒരാൾക്ക്. എത്രയെന്നൊന്നും അറിയില്ല കാശ്, പക്ഷെ നല്ല ടേസ്റ്റ് ഉള്ളതായിരുന്നു കേട്ടാ. ഇപ്പം അടുത്തൊന്നുമല്ല കേട്ടോ, ഒരു എത്ര വർഷം, ഒരു 10-11 വർഷം മുന്നത്തെ കഥയാണ് കേട്ടാ പറയണേ. അങ്ങനെ ഞങ്ങൾ സൈറാടല്ല വടാൻപള്ളിയിൽ എത്തിയിട്ട് ഞങ്ങൾ ഓട്ടോറിക്ഷ വിളിച്ചിട്ടാണ് കേട്ടോ. വീണ്ടും ഓട്ടോറിക്ഷ വിളിച്ച്. വീഡിയോ തല തിരിഞ്ഞ് തോന്നുന്നുണ്ട് കേട്ടാ. അങ്ങനെ ഓട്ടോറിക്ഷയൊക്കെ വിളിച്ചിട്ട് ഞങ്ങൾ പോവുകയാണേ. അങ്ങനെ എന്ത് ചെയ്ത് ഓട്ടോറിക്ഷയൊക്കെ വിളിച്ചിട്ട് ഞങ്ങൾ ആ വീട്ടിലേക്ക് പോകണമെങ്കിൽ ഓട്ടോറിക്ഷയിലാണ് പോവുക. വീട്ടിലെത്തി, വടാൻപള്ളിയിലെത്തി ഞങ്ങൾ കേട്ടാ. എന്താ സൈറാടെ മോളാണ് ഇരിക്കണത്. വർത്താനൊക്കെ പറയാണ് ഉമ്മ. പിന്നെ അവിടുത്തെ ആരെയും വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടാ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി ഇവിടെ വീണ്ടും ഓട്ടോറിക്ഷയിൽ തന്നെ തിരിച്ചു പോകുന്ന കേട്ടാ. എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്ത് ബസ് കത്തിക്കാൻ നിൽക്കുകയാണ്. വടാൻപള്ളി സെൻറ്ററിൽ ബസ് കത്തിക്കാൻ നിൽക്കുകയാണ്. അന്നയ്ക്ക് അവിടുന്ന് ഒരു ശംഖ് കിട്ടി. അതായിട്ടുള്ള കളിയാണ് ഹന്ന. റോട്ടിൽ നിന്നിട്ടാണ് ഈ കളിക്കണത് കേട്ടാ. എന്നിട്ട് പിന്നെ എന്ത് ചെയ്ത് ഞങ്ങൾക്കൊരു ബസ് കിട്ടി അവിടുന്ന്. ഇനി നേരെ പോയി ഞങ്ങൾ ഇറങ്ങണത് കല്യാണത്തിലേക്കാണ് ട്ടാ ഞങ്ങൾ പോണത്. അങ്ങനെ ഞങ്ങൾ കല്യാണത്തിലേക്ക് പോയിട്ട് എന്ത് ചെയ്ത് ചെക്കനും പെണ്ണിനും കേട്ടാ അവിടുന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത്. പിന്നെ അവിടെ പാട്ടും ഇതൊക്കെയാണ്. അപ്പം ഇനി കോപ്പി റൈറ്റിങ് കിട്ടണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതൊന്നും ആഡ് ചെയ്തില്ല കേട്ടാ. ജസ്റ്റ് ഒരു ഇത് മാത്രം ഇങ്ങനെ എടുത്തോളൂ. പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചത് നല്ല അടിപൊളി ഫുഡായിരുന്നു. മട്ടൻ ബിരിയാണി, ചിക്കൻ പൊരിച്ചത് ഇതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെ കഴിച്ചാൽ വീട്ടിലേക്ക് തിരിച്ചു പോന്ന്. ബായ്.